നമ്മൾ ഐയുടെ മാത്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം മാത്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം മാത്സ് കുറച്ച് അറിയാവുന്നവർ കാണും, ഒട്ടും അറിയത്തില്ലാത്തവരെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു ബന്ധമില്ലാത്തവർ കാണും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബേസിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻ കേട്ട് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് പോകാൻ ഒരു ഇതുണ്ടാവും. അപ്പം ഏറ്റവും ബേസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം +2ൻ്റെ മാത്സ് അറിയാവുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പിന്നെ വരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെട്രിക്സസ് ആണ്. മെട്രിക്സസ് തന്നെ ഏറ്റവും ബേസിൽ നിന്ന് എന്താണ് മെട്രിക്സ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്തൊക്കെയാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ക്ലിയർ ആക്കാനോ സ്പീഡ് കൂട്ടാനോ സ്പീഡ് കുറയ്ക്കാനോ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ID നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാലും മതി. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ മെട്രിക്സ്? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്പേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന നമ്പേഴ്സിനെ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ ഫോമിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു m/n മെട്രിക്സ് കൺസിഡർ ചെയ്യാം. m/n മെട്രിക്സ് എന്ന് പറയുമ്പം ഈ m/n മെട്രിക്സ് എന്ന് വായിക്കുന്നതേ ഉള്ളൂ, അത് എഴുതുന്നത് m×n എന്നാണ്. ഈ m/n മെട്രിക്സിനകത്ത് m റോസും കാണും, n കോളംസും കാണും. ഓർക്കുക, m/n മെട്രിക്സ് ആണെങ്കിൽ m റോസും കാണും, n കോളംസും കാണും. m/n മെട്രിക്സിനകത്ത് എത്ര എലമെൻറ്റ്സ് കാണും? mn എലമെൻറ്റ്സ് കാണും. സോ നമ്മൾ mn നമ്പേഴ്സിനെ ഒരു റെക്റ്റാങ്കുലർ ഫോമിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് m റോസും n കോളംസും കാണും. അതിനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? m/n മെട്രിക്സ് എന്നാണ് വായിക്കുന്നത്, പക്ഷേ എഴുതുമ്പം m×n എന്നാണ്. ഇനി ഒരു മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മളൊരു സിംഗിൾ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്പെഷ്യൽ മെട്രിക്സസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ സ്പെഷ്യൽ മെട്രിക്സസിൽ ആദ്യം നമ്മൾ നോക്കുന്നത് റോ ആൻഡ് കോളം മെട്രിക്സസ് ആണ്. ഈ റോ ആൻഡ് കോളം മെട്രിക്സസിനെ റോ ആൻഡ് കോളം വെക്റ്റേഴ്സ് എന്നും വിളിക്കാറുണ്ട്. റോ വെക്റ്റർ എന്നും കോളം വെക്റ്റർ എന്നും വിളിക്കാറുണ്ട്. എന്താ റോ മെട്രിക്സ്? റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റോ മാത്രമേ കാണത്തുള്ളൂ. റോ മെട്രിക്സിന് ഒരു സിംഗിൾ റോ മാത്രമേ കാണത്തുള്ളൂ. അതിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, A = മെട്രിക്സ് 1 3 5 7. സിംഗിൾ റോ മാത്രമേ അവിടെ ഉള്ളൂ. കോളം മെട്രിക്സ് എന്താ? കോളം മെട്രിക്സിന് സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. A = കോളം 2 3 5. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്തായിരിക്കും? സ്ക്വയർ മെട്രിക്സിന് ഈക്വൽ റോസും കോളംസും ആയിരിക്കും. അപ്പം സ്ക്വയർ മെട്രിക്സിന് n റോസ് ആണെങ്കിൽ n കോളംസും കാണും. ഇപ്പം ഒരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് നോക്കിക്കേ, മെട്രിക്സ് 1 2 3 2 3 4 3 4 5. ഇതൊരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ്. ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് A = 1 2 3 2 3 4 3 4 5. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ലീഡിങ് ഡയഗണൽ എന്താണെന്ന് നോക്കാം. ഏതാ ലീഡിങ് ഡയഗണൽ? ഈ മെട്രിക്സിനകത്ത് ലീഡിങ് ഡയഗണൽ 1 3 5 ആണ്. ലീഡിങ് ഡയഗണലെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്നും വിളിക്കും. അങ്ങനെയാണെങ്കിൽ ട്രേസ് എന്താ? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻസിൻ്റെ, ലീഡിങ് ഡയഗണലിലെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ് ട്രേസ് എന്ന് പറയുന്നത്. ലീഡിങ് ഡയഗണലിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ് ട്രേസ് ഓഫ് A എന്ന് പറയുന്നത്. സിംഗുലർ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ നമ്മളതിനെ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കും. സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പം ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിലോ? ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിൽ നോൺ സിംഗുലർ എന്ന് വിളിക്കും. സോ ഡിറ്റർമിനൻ്റ് 0 ആയാൽ സിംഗുലർ മെട്രിക്സും ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിൽ നോൺ സിംഗുലർ മെട്രിക്സ്. ഇനി ഡയഗണൽ മെട്രിക്സ്. എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് നോക്കാം. നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ ലീഡിങ് ഡയഗണൽ ഒഴിച്ച് ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ അതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുമ്പം ലീഡിങ് ഡയഗണൽ ഒഴിച്ച് ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, 3 0 0 0 -2 0 0 0 6.
ഇവിടെ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് 3ഉം -2ഉം 6ഉമാണ്. ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്താണ്? 0 ആണ്. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഡയഗണൽ മെട്രിക്സിനകത്തെ തന്നെ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ, ഡയഗണൽ മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ 3 0 0 0 3 0 0 0 3, അവിടെ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 3 ആണ്, ബാക്കിയെല്ലാം 0യുമാണ്. അപ്പോൾ ഇതിനെ എന്നാ വിളിക്കും? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഈ സ്കെയിലാർ മെട്രിക്സിൽ തന്നെ നമ്മൾ ഈ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് 1 ആണെങ്കിൽ, സ്കെയിലാർ മെട്രിക്സിൽ ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ് 1 ആണെങ്കിൽ, അതായത് 1 0 0 0 1 0 0 0 1 അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് വിളിക്കും. n റോസ് ആൻഡ് n കോളംസ് ആണെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് വിളിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 3 റോസും 3 കോളംസും ആണ്. 1 0 0 0 1 0 0 0 1. അപ്പോൾ അതിനെ എന്നാ വിളിക്കും? അതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് വിളിക്കും. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്നാ വരും? അപ്പം 1 0 0 1, അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് നൾ മെട്രിക്സ് ആണ്. നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ അതിനെ നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഈ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ട്രാൻസ്പോസ് കിട്ടുന്നത്? റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്പോസ് കിട്ടുന്നത്. റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണെങ്കിൽ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് n/m മെട്രിക്സ് ആയിരിക്കും. അപ്പം എ എന്ന് പറയുന്നത് m/n മെട്രിക്സ് ആണെങ്കിൽ ട്രാൻസ്പോസ് എന്തായിരിക്കും? n/m മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 2 4 5 7 8 ആണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ എന്ത് വരും? അതിൻ്റെ ട്രാൻസ്പോസ് മെട്രിക്സ് 1 4 7 2 5 8 എന്ന് വരും. മെട്രിക്സ് 1 4 7 2 5 8 എന്ന് വരും ട്രാൻസ്പോസ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ എന്ത് മെട്രിക്സ് ആണ്? എ എന്ന് പറയുന്നത് 3 റോയും 2 കോളവും ഉണ്ട്. സോ 3/2 മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ എ ട്രാൻസ്പോസ് എന്നാ വരും? എ ട്രാൻസ്പോസിനകത്ത് 2 റോയല്ലേ ഉള്ളൂ. 2/3 മെട്രിക്സ് ആണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പം സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, സിമെട്രിക് മെട്രിക്സിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പം AIJ ഈക്വൽ ടു AJI ആവണം. എല്ലാ ഐയുടെയും ജെയുടെയും വാല്യൂസിന് AIJ, എലമെൻറ്റ് AIJ ഈക്വൽ ടു എലമെൻറ്റ് AJI ആവണം. ഇതിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത്, നമ്മൾ ട്രാൻസ്പോസ് എഴുതുമ്പം ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാം. ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. AHG HBF GFC, ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാലും എന്ത് കിട്ടും? ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാലും ഇതേ മെട്രിക്സ് തന്നെ കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഇനി എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ AIJ ഈക്വൽ ടു -AJI ആണ്. എന്ന് വെച്ചാൽ എന്ത് വരും? നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പം എയുടെ ട്രാൻസ്പോസ് എടുത്താൽ -A വരും. A ട്രാൻസ്പോസ് ഈക്വൽ ടു -A ആണെങ്കിൽ അതിനെ നമുക്ക് സ്ക്യൂ സിമെട്രിക് എന്ന് വിളിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ. 0H - G -H 0F G -F 0. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ -A കിട്ടും നമുക്ക്. സോ ഇതിനെ നമുക്ക് എന്ത് പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ലീഡിങ് ഡയഗണൽ എപ്പോഴും എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക്കിനകത്ത് ലീഡിങ് ഡയഗണൽസ് 0 ആയിരിക്കും. സോ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ A is equal to A ട്രാൻസ്പോസ് എന്നും കിട്ടും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ A is equal to -A ട്രാൻസ്പോസ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. എന്താ ട്രയാങ്കുലർ മെട്രിക്സ്? ട്രയാങ്കുലർ മെട്രിക്സ് തന്നെ 2 തരമുണ്ട്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഉണ്ട്. എന്താ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്?
അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് ഡയഗണലിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് മാത്രമേ നമ്പേഴ്സ് കാണത്തുള്ളൂ. ലീഡിംഗ് ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ലീഡിംഗ് ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ലീഡിംഗ് ഡയഗണലിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആണെങ്കിൽ അത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. അപ്പം ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്ന് ഓർക്കുക. അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ ലീഡിംഗ് ഡയഗണലിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് ഡയഗണലിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. നമ്മളിന്ന് മെട്രിക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ഇതെല്ലാം നേരത്തെ പഠിച്ച ടോപ്പിക് ആയതുകൊണ്ടാണ് വേഗം പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ സിലബസിലുള്ള മെട്രിക്സ് ഓൾജിബ്ര മുതൽ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്